കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനദുർഗ ദേവി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 25 മുതൽ ഭാഗവത സപ്താഹയജ്ഞവും ഡിസംബർ 3-4 തീയതികളിൽ തൃക്കാർത്തിക മഹോത്സവവും നടക്കും. ചടങ്ങുകളുടെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം തെക്കൻകാവ് ശ്രീ വനദുർഗ ദേവി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം നവംബർ 25 മുതൽ ഡിസംബർ 2 വരെ നടക്കും. ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ 3 മുതൽ ഡിസംബർ 3-4 തീയതികളിൽ നടക്കും. ചടങ്ങുകളുടെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. ക്ഷേത്ര മേൽശാന്തി സി അജിത് ഇലഞ്ഞിക്കൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ കൃഷ്ണകുമാർ യദുകുലം, സിന്ധു സനിക, സെക്രട്ടറി ബിപിൻ ബാബു, കമ്മിറ്റി അംഗങ്ങൾ, പൗർണമി സംഘം ഭാരവാഹികളായ ഷീല, സെക്രട്ടറി അനില രമണൻ, സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ കൺവീനർ കെ അനിൽകുമാർ, ജോയിന്റ് കൺവീനർമാരായ അജികുമാർ ശിവം, ഫുഡ് കമ്മിറ്റി കൺവീനറായ മോഹനൻപിള്ള, ജോയിന്റ് കൺവീനറായ ബിനു കേദാരം, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ യജ്ഞശാല കൺവീനർ ജയധരൻ പിള്ള, പ്രോഗ്രാം കൺവീനർ നിതിൻ ബാബു, പബ്ലിസിറ്റി കൺവീനർ ചിദംബരം, ഉത്സവ കമ്മിറ്റി കൺവീനർ അനില രമണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിനെത്തിയിരുന്നു. ചരിത്രപ്രസിദ്ധമായ തെക്കൻകാവ് ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിലെ ആദ്യ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ യജ്ഞശാലയുടെ കാൽനാട്ട് കർമ്മം അല്പസമയത്തിനകം നടത്തിയിരിക്കുകയാണ്. ഇവിടെ കുടികൊള്ളുന്ന സ്വയംഭുവായ വനദുർഗാദേവിയുടെയും ശ്രീ അയ്യപ്പസ്വാമിയുടെയും തിരുസന്നിധിയിൽ ആദ്യമായിട്ട് ഉപദേശസമിതിയും ഭക്തജനങ്ങളും ചേർന്ന് നടത്തുന്ന ശ്രീമദ് ഭാഗവതം സപ്താഹയജ്ഞം വളരെ ഗംഭീരമാക്കുന്നതിന് ഭാഗമായിട്ടുള്ള പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും ചരിത്രപ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് തെക്കൻകാവ് വനദുർഗാദേവി ക്ഷേത്രം. അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വളരെ പ്രാധാന്യത്തോടും വളരെ ഗംഭീരമായും ആർഭാടമായും ആചാരപരമായും നമ്മൾ കൊണ്ടാടുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 24-ാം തീയതി രാവിലെ 6:30-ക്കും 7-നും ഇടയ്ക്ക് ചേരാവള്ളി ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്ന് നമ്മൾ വിഗ്രഹഘോഷയാത്ര സമാരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയ്ക്കോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ ആ വിഗ്രഹഘോഷയാത്ര സമർപ്പിക്കുകയും തുടർന്ന് 25-ാം തീയതി നമ്മൾ വൈകിട്ട് ഭദ്രദൈവ പ്രതിഷ്ഠയും യജ്ഞാചാര്യൻ്റെ സ്വീകരണവും നമ്മളിവിടെ നടത്തിവരുന്ന നടപ്പന്തലിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനമൊക്കെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറും മറ്റ് വിശിഷ്ട അതിഥികളുമൊക്കെ ചേർന്ന് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ 26-ാം തീയതി മുതൽ ഡിസംബർ 4 വരെ നടക്കുന്ന കാർത്തിക പൊങ്കാലയും കാർത്തിക ഉത്സവവും സപ്താഹവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ വിപുലമായ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവിധ കലാരൂപങ്ങളും കലകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ ആദ്യമായി ക്ഷേത്രത്തിൽ നടത്തുന്നത്. ജനങ്ങളുടെ നിർലോഭമായ സാന്നിധ്യവും സഹകരണവും സഹായവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് തുടർന്നും ഈ പരിപാടികളിൽ അവസാനിക്കുന്നിടം വരെ ഉണ്ടാകണം. അതിന് കോർത്തിണക്കിക്കൊണ്ടുള്ള നല്ലൊരു ഭക്തജന സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ജാതിമത വർഗങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു വലിയൊരു കൂട്ടായ്മയും പ്രവർത്തനവും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ഒരു വലിയൊരു പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും ഒരു 5 ലക്ഷം രൂപ കൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും ഭക്തജനങ്ങളുടെ പിന്തുണയും എല്ലാം നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഈ പുണ്യകർമ്മം വളരെ സന്തോഷകരമായി നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നതിന് എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി ക്ഷേത്രോപദേശ സമിതിയും സപ്താഹ കമ്മിറ്റിയും സ്വാഗതം ചെയ്യുകയാണ്. CDNet ന്യൂസ്, കായംകുളം.